എടി അച്ഛൻ ഇന്നലെ വാങ്ങിച്ചോണ്ട് വന്നപ്പോ നീ വെക്കാതെ പോയ അച്ഛന് വിഷമം വരും. 2 മുഴുണ്ട്, നീ ഒരു കാര്യം ചെയ്ത് 2ആയിട്ട് കട്ട് ചെയ്യും. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ഒരു കഷ്ണം വെച്ചു, എന്നിട്ട് അവിടുന്ന് പിന്നെ പോകുമ്പോ അടുത്ത കഷ്ണം വെക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സെറ്റ്. ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് ആര്യ വരുന്നത്. അപ്പൊ പറയാം, ചേച്ചി ബിസിനസ് ക്ലാസ് മുഴുവൻ മുല്ലപ്പൂവിന്റെ മണമായ ചേച്ചിയുടെ പെർഫ്യൂമിന്റെ മുല്ലപ്പൂവിന്റെ കൂടെ വാവ്. അപ്പൊ ഞാൻ ഈ മുല്ലപ്പൂ കൊണ്ടുവന്ന എന്നിൽ ഞാൻ അങ്ങനെ സംതൃപ്തിയായി അഭിമാനിക്കുകയാണ്. ഞാൻ ഉൾപ്പുളകം കൊള്ളുകയാണ്. പാർട്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ മൊത്തത്തില് കഞ്ചാവിന്റെ ചെടി ആ ലെവലാണ്. ഞാൻ അവിടേക്കൊക്കെയാണ് പോകുന്നത്. ഒരു സ്നിഫർ ഡോഗ് വരും. ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു കേട്ടോ. ഈ സംഭവം അടുത്തൂടെ വന്ന് 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 എന്റെ ബാഗിന്റെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക. Do you know English? Yes. Do you read English? Yes. Do you write English? Yes. So this is your signature? Yes. ഞാൻ മറ്റേ ഇത്രയും ചോദ്യമൊക്കെ ചോദിച്ചതോടുകൂടി ചെറുതായിട്ടൊന്ന് പേടിച്ചു. ആടെ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇവർക്ക് ഇതിൽ നിന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ടേൺ അറൗണ്ട് എന്താ ടേക്ക് ദിസ് ഔട്ട്. അപ്പൊ ഞാൻ അയച്ചു ആകെ ഒരു കൊടുത്തു പൂ. വാട്ട് ഇസ് ദിസ്? ഞാൻ പറഞ്ഞു ജാസ്മിൻ ഫ്ലവേഴ്സ് ഫ്രം കേരള. ഓണം. ദിസ് ഇസ് കേരള സാരി ഐ എം വെയറിംഗ്. വെരി ഇമ്പോർട്ടന്റ് ഫെസ്റ്റിവൽ ഇൻ കേരള. അടിച്ചു തന്നു മോനെ $1890. അമ്മേ 1.25 ലക്ഷം രൂപ. പിന്നെ കുറച്ചു നേരത്തേക്ക് ഉണ്ടല്ലോ ചെവിന്നൊക്കെ പുക പോകുന്നൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ തുടങ്ങി പുരുഷനെ അനുഗ്രഹിക്കണം എന്നുള്ള രീതിയിൽ കുറെ കരഞ്ഞു പറഞ്ഞു നോക്കി. പട്ടിയുടെ വിലയായിരുന്നു, മൈൻഡ് ചെയ്തില്ല. പിന്നെ ആര്യയുടെ വക ഷീ ഈസ് വെരി ഫേമസ് ആക്ട്രസ് ഫ്രം കേരള. എന്ത് തേങ്ങ അവർക്ക്